വർഷങ്ങളായി തൊഴുത്തിൽ നിന്നും പുറത്തേക്കിറങ്ങാത്ത ഒരു കാളയുണ്ട്. പത്തനംതിട്ട കോട്ടാങ്കലിലുള്ള ഈ കാളയെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വീട്ടുകാരുമായി അടുത്ത ചങ്ങാത്തം സൂക്ഷിക്കുന്ന കാളയ്ക്ക് മാധവൻ എന്നാണ് പേര്. നമുക്ക് മാധവനെ ഒന്ന് കാണാം. നിന്നെ കൊണ്ടുപോകാൻ വന്നൊന്നുമല്ല, അവർ നിന്നെ കാണാൻ വന്നല്ലോ. മോനെ നല്ലൊരു ഇവനെ കൊച്ചിലെ മുതൽ അങ്ങനെ നമ്മളങ്ങ് സ്നേഹിച്ചു. കറുപ്പഴ കാണാം. സാധാരണയിൽ കവിഞ്ഞ ഉയരവും അതിനൊത്ത ശരീരവും, നന്നേ ചെറിയ കൊമ്പുകൾ, ആടയാഭരണങ്ങൾ അണിയിച്ച് പൊട്ടുതൊടുവിച്ചാണ് മാധവനെ തൊഴുത്തിൽ കെട്ടിയിട്ടുള്ളത്. ചിരിക്കാമെങ്കിൽ അങ്ങ് ചിരിച്ചോ, ഞാൻ അങ്ങ് പോകണം, ഞാൻ അങ്ങ് മാറിക്കോളാം. കോട്ടാങ്കൽ പുത്തൂർ വീട്ടിൽ രാധാകൃഷ്ണ പണിക്കരാണ് മാധവന്റെ എല്ലാമെല്ലാം. 2 നേരത്തെ കുളി, തീറ്റ എന്നിവയിലടക്കം അദ്ദേഹത്തിന്റെ ഒരു കൈ വേണമെന്നത് മാധവന് നിർബന്ധമത്രേ. സുനന്ദിനി ഇനത്തിൽപ്പെട്ട പശുവിനുണ്ടായ കുട്ടിയാണ്. ഇപ്പോൾ 4 വയസ്സ്. ഇടയ്ക്ക് ശരീരഭാരം കൂടി. എഴുന്നേറ്റ് നിൽക്കാൻ വൈഷമ്യം നേരിട്ടതോടെ തീറ്റയുടെ അളവ് കുറച്ചു. വീട്ടിലെ ആളുകളെയും അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ശബ്ദവുമെല്ലാം മാധവൻ തിരിച്ചറിയും. എല്ലാവരെയും എല്ലാ ദിവസവും കാണണമെന്ന നിർബന്ധവുമുണ്ടത്രേ. ദൂരെ നിന്ന് തന്നെ പിന്നെ വണ്ടിയുടെ സൗണ്ട് പെട്ടെന്ന് ഒരു പ്രാണശക്തി ഉണ്ടെന്നാണ് പെട്ടെന്ന് അറിയാം. അവിടുന്ന് അവൻ കാർച്ച തുടങ്ങും. പിന്നെ ഞാനിവിടെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവൻ്റെ അടുത്ത് ചെല്ലുന്ന വരുമ്പോഴാണ് ഇവൻ പിന്നെ കാർച്ച അവസാനിപ്പിക്കുന്നത്. പരിചരിക്കുന്നവരോട് ഒരു പ്രത്യേകതരം ഇഷ്ടം കാട്ടുന്നതും മാധവന്റെ ശൈലിയാണ്. കാലികളെ ഏറെ പുത്തൂർ വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയേറെ വാത്സല്യം അനുഭവിച്ച മറ്റൊരു ജീവി ഉണ്ടായിട്ടില്ല. എന്നോട് വലിയ ഇഷ്ടമാണ്. നമ്മുടെ വലിയ ഞാൻ ഇതിൽ ഇവിടെ വന്നാൽ ഇവിടെ കയറാവാനൊക്കെയല്ല, അഴിച്ചിറക്കും. ഞങ്ങൾ രണ്ടും കൂടെ അഴിച്ചിറക്കുന്നു. ഞങ്ങൾ എൻ്റെ കൂടെ പോരും, കയറാൻ പിടിച്ചാൽ മതി. എൻ്റെ കൂടെ പോകാട്ടിങ് പോരും, ഒരു ശല്യവുമില്ല. പുത്തൂർ വീട്ടിലെ കുടുംബാംഗം കണക്കെയാണ് മാധവൻ. വിൽക്കാൻ ഉദ്ദേശമേ ഇല്ല. അവസാന കാലം വരെ കാളയെ പരിപാലിക്കണമെന്ന ആഗ്രഹമാണ് വീട്ടുകാരും പങ്കുവെക്കുന്നത്. എത്ര പേര് വന്നു പറയുന്ന കാശ് തരാമെന്ന് പറഞ്ഞു. അന്ത്യ ഇവിടെ തന്നെ, അന്ത്യ ഇവിടെ തന്നെ കൊടുക്കില്ല. പിന്നെ കൊടുക്കുന്ന കാര്യം പറയാമെങ്കിലും വേളവാ അല്ലേ മോനെ? മോനെ കൊടുക്കുകയല്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, സാധാരണഗതിയിൽ നമ്മളെപ്പോഴും പറയാറ് മനുഷ്യനോട് ഏറ്റവും അധികം ഇണങ്ങി ജീവിക്കുന്നത് നായകളാണ് എന്നാണ്. ചിലർക്ക് അത്തരത്തിലൊരു തെറ്റിദ്ധാരണയുണ്ട്, നായകൾ മാത്രമേ മനുഷ്യനോട് ഇണങ്ങൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ചില വീടുകളിലൊക്കെ ചെന്ന് നമ്മൾ കാണുമ്പോൾ പശുവും കാളയും ഒക്കെ ഉണ്ടാവും. അവരെയൊക്കെ എത്ര സ്നേഹത്തോടെയാണ് മനുഷ്യർ നോക്കുക, സ്വന്തം മക്കളെ പോലെ ആയിരിക്കും നോക്കുക. തിരിച്ചും അതേപോലെ തന്നെയായിരിക്കും സ്നേഹം ഉണ്ടാവുക. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ മാധവനും. എന്തൊക്കെയാണ് മാധവന്റെ വിശേഷങ്ങൾ? മാധവൻ ഒന്നിച്ച് കളിക്കുന്നുണ്ട്, അവർ പരസ്പരം കഥകൾ പറയുന്നുണ്ട്, നല്ല രസക്കാഴ്ചയാണ്. അപ്പോൾ രണ്ടുപേരുടെയും വിശേഷങ്ങൾ പറഞ്ഞോളൂ. പുരാണത്തിൽ നന്ദികേശൻ ശിവന്റെ വാഹനമാണ്. ചിത്രത്തിൽ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള നന്ദികേശനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള രൂപമാണ്. കറുപ്പഴകിൽ മാധവനെ ഒന്ന് കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നോലും അത്രത്തോളം ഭംഗിയുണ്ട് രൂപം, അത്രത്തോളം മനോഹരമാണ് രൂപം. 4 വയസ്സ് പ്രായമുള്ള മാധവനെ കഴിഞ്ഞ 2 വർഷ കാലയളവിനിടയിൽ പുറത്തിറക്കിയിട്ടേയില്ല. ഏറ്റവും അവസാനം പുറത്തിറക്കിയത് 2022 വെള്ളപ്പൊക്ക കാലത്താണ്. മണിമലയാർ കര കവിഞ്ഞ് വീടും പരിസരമൊക്കെ തന്നെ വെള്ളത്തിലായ സമയത്താണ് മാധവനെ പുറത്തിറക്കിയത്. ദിവസവും 2 നേരം കുളിയുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണവും വെള്ളവും ആവശ്യത്തിന് നൽകി പൊട്ടൊക്കെ തൊട്ട് ഒരു കുട്ടിയെ പരിപാലിക്കുന്ന ആ ശ്രദ്ധയോടും കരുതലോടും വാത്സല്യത്തോടും കൂടിയാണ് മാധവനെ പരിപാലിച്ചു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, മാധവൻ മോണ കാട്ടി തലയുയർത്തി കാണിക്കുമ്പോൾ അത് ചിരിക്കുകയാണെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്. മോനെ ചിരിക്കട എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ തന്നെ മാധവൻ ആ രീതിയിൽ പെരുമാറുകയും ചെയ്യും. മറ്റൊന്ന്, കുടുംബാംഗങ്ങളുടെ വാഹനങ്ങളുടെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത്. സാധാരണഗതിയിൽ നായ്ക്കളാണ് വീട്ടിലെ വാഹനങ്ങളുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് അതിൻ്റെ സൗണ്ട് ദൂരെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ വാലാട്ടിക്കൊണ്ട് ഗേറ്റിന് മുൻപ് ഒക്കെ തന്നെ പോയി നിൽക്കുന്ന കാഴ്ചകൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. സമാന രീതിയിൽ വാഹനങ്ങളുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് പ്രത്യേകതരം രീതിയിൽ മാധവൻ പെരുമാറും എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇപ്പോൾ എത്രത്തോളം കാലം ഈ മാധവനെ വളർത്തിക്കൊണ്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. കാരണം ഇതിനെ വിൽക്കുന്നില്ല, ഒപ്പം തന്നെ പ്രത്യുൽപാദനപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. എത്രത്തോളം കാലം ജീവനോടെ ഉണ്ടാകുമോ അത്രത്തോളം കാലം ഇവനെ വളർത്തണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് പലരും മാധവനെ കണ്ട് വില പറഞ്ഞു, ലക്ഷങ്ങൾ വില പറഞ്ഞിട്ടും അതിനെ കൊടുക്കാതിരിക്കുകയാണ്. അത്രത്തോളം വാത്സല്യം. നമ്മൾ ഇത്തരത്തിൽ ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്ന കുറേ മനുഷ്യരുണ്ട്. എന്തായാലും അക്കൂട്ടത്തിൽ മാധവൻ വളരെ ഭാഗ്യശാലിയാണ്. മാധവനെ സ്വന്തം മോനെ പോലെയൊക്കെയാണ് നോക്കുന്നത്. പരസ്പരം കളിക്കുന്നു, ചിരിക്കുന്നു, കഥ പറയുന്നു.